ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻകൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻകൃപകൾ ദിനവും. സിയോനിലവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലകല്ലായി. സിയോനിലവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലകല്ലായി. തന്നോടു ചേർന്നു നാമും തൻ്റെ ജീവകല്ലുകളായിടാം. തന്നോടു ചേർന്നു നാമും തൻ്റെ ജീവകല്ലുകളായിടാം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻകൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻകൃപകൾ ദിനവും. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. 2025 4-ാമത്തെ മാസത്തിൻ്റെ ഈ 2-ാമത്തെ ദിവസത്തിൻ്റെ സന്ധ്യയിൽ അപ്പാ പിതാവേ എന്ന് നോക്കി വിളിപ്പാൻ തക്കവണ്ണം അടിയനെ സഹായിച്ചു തോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും നന്മയും തന്ന് നടത്തിയ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്ക് എൻ്റെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ തക്കണം തന്ന അവസരത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. പലവിധ വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഉള്ളതുപോലെ കാണുന്നയപ്പൻ, ഉള്ളതുപോലെ അറിയുന്ന കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ അങ്ങയുടെ പാദാന്തിയെ കൊണ്ടു തരുന്നപ്പാ. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ, സൗഖ്യത്തോടെ കാത്തോണേ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ICUവിലും CCUവിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്, ഡെലിവറി റൂമിലായിരിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ തമ്പുരാൻ്റെ ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ, സൗഖ്യത്തോടെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ള ജീവിതങ്ങൾ കർത്താവേ. ആരോരും സഹായത്തിനില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവേ. വാർദ്ധക്യ സഹജമായ രോഗാവസ്ഥകൾ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. എന്നാൽ നിൻ്റെ ദൂതനെ ഇറക്കി സഹായിക്കണമേ അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ ആണിപ്പഴുതുള്ള കരമൊന്ന് നീട്ടി സൗഖ്യത്തെ ദാനം ചെയ്യണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഉറക്കവും ആശ്വാസവും വേണമപ്പാ. സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങണം കർത്താവേ. ഉണർന്ന് കർത്താവിനെ ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തണം. അതിനായി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കേടുപാടും പോക്കി സൗഖ്യത്തോടെ സന്തോഷത്തോടെ ദൈവകൃപയോടെ ജീവിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനവും പരിസരവും അതിരുവരമ്പും വസ്തുവകയും സർവ്വസമ്പത്തും യേശുപ്പത്തിൻ്റെ രക്തത്തിൽ മുദ്രകുത്തി പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ശത്രു കാണാതെ സൂക്ഷിക്കണം. ഗബ്രിയേൽ മീഖായേൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തിക്കൊള്ളുമാറാകണം. ഞങ്ങൾ അത്യുന്നതര മറവിലൊന്നായിരിക്കട്ടെ, സർവശക്തന നിഴലിൻ കീഴിലായിരിക്കട്ടെ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.